മഹാഭാരത ഗാഥ തുടരുകയാണ്. ദ്രൗപദി ഇതിഹാസത്തിൽ ആദ്യന്തം ജ്വലിച്ചു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രം. പ്രഗത്ഭരായ 5 ഭർത്താക്കന്മാരുടെ സഹധർമ്മിണി. എന്നിട്ടും ഒട്ടേറെ തവണ അപമാനിക്കപ്പെട്ടവൾ. വ്യവസ്ഥയുടെ പുരുഷാധികാരം അവഹേളിച്ച നിരവധി സ്ത്രീകളിൽ ഒരാൾ. പദവി എത്ര വലുതാണെങ്കിലും പുരുഷാധികാര വ്യവസ്ഥ സ്ത്രീയെ ആദരിക്കുക എന്ന വ്യാജേന അധിക്ഷേപിച്ചു, സ്തുതിക്കുക എന്ന വ്യാജേന നിന്ദിച്ചു. ദ്രൗപദി പക്ഷേ ഓരോ അപമാനത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പോരാടി നിന്നവൾ. ജീവിതവും നിയതിയും നീട്ടിയ ദുഃഖത്തിൻ്റെ പാനപാത്രങ്ങളെ നിരാകരിച്ച് സർവം സഹായായ പത്നി എന്ന മാതൃകയെ പ്രത്യാഖ്യാനം ചെയ്ത് ദ്രൗപദി തൻ്റെ ആത്മവിമോചനത്തിലേക്ക് ചിലപ്പോഴെങ്കിലും കുതിച്ചെത്താൻ ശ്രമിച്ചു. രാജാധികാരം പ്രക്ഷേപിക്കുന്ന പുരുഷാധികാരത്തിൻ്റെ കുറ്റവാസനയെ എതിർത്തു തോൽപ്പിച്ച് ഏത് പരാജയത്തിൽ നിന്നും പുനർജനിയുടെ കരുത്ത് നേടുന്ന പെൺമയാണ് ദ്രൗപദിയുടേത്. പാഞ്ചാലാധിപനായ പാഞ്ചാലൻ്റെ പുത്രി പാഞ്ചാലി, പാഞ്ചാലൻ തന്നെ ദ്രുപദൻ്റെ പുത്രി ദ്രൗപദി, പാർഷദി, യാജ്ഞസേനി എന്നീ പേരുകളിലും ദ്രൗപദി അറിയപ്പെട്ടു. പ്രതാപിയായ പാഞ്ചാലൻ്റെ ബലവാനും ധീരനുമായ പുത്രനും പാണ്ഡവ സർവ്വസൈന്യാധിപനായി തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ധൃഷ്ടദ്യുമ്നൻ്റെ ഇളയ സഹോദരി. ചന്തമാർന്ന കറുപ്പ് നിറവുമായി ജനിച്ചതിനാൽ പാഞ്ചാലി കൃഷ്ണ എന്നും അറിയപ്പെട്ടു. പാർത്ഥസാരഥിയായ കൃഷ്ണൻ്റെ സഖി. മഹാഭാരത യുദ്ധം എന്ന മഹാവാദത്തിൽ പെട്ടുപോയിട്ടും കൊഴിയാതെ നിന്ന് ആത്മധീരതയുടെ സുഗന്ധം പരത്തിയ സൗഗന്ധികം. പ്രതാപിയായ പാഞ്ചാലൻ്റെ മകളായിരുന്നിട്ടും വിവാഹശേഷം ഏറെക്കുറെ നിസ്വരായ ഭർത്താക്കന്മാർക്കൊപ്പം ഒന്നിനു പിറകെ വേറൊന്നായി ദുരന്തങ്ങളുടെ ഗിരിശൃംഗങ്ങൾ കയറിയവൾ. ഗന്ധമാദന യാത്രയാൽ തളർന്നു വീഴുമെന്നായപ്പോൾ കരുത്തനായ ഭീമപുത്രൻ ഘടോൽക്കചൻ്റെ സഹായം സ്വീകരിച്ചവൾ. നീലോൽപ്പലത്തിൻ്റെ സുഗന്ധം. ദ്രൗപദിയുടെ ലാവണ്യാതിശയം വർണ്ണിക്കുന്ന കാര്യത്തിൽ ഇതിഹാസം വല്ലാതെ വാചാലമാകുന്നത് കാണാം. അവരുടെ പിറവിയെക്കുറിച്ച് പറയുന്ന ആദിപർവം 165-ാം അധ്യായത്തിൽ ഇതിഹാസകാരൻ തൻ്റെ തൂലികയിൽ നിന്ന് പൂമണം പൊഴിക്കുന്ന വാക്കുകൾ പ്രക്ഷേപിക്കുന്നത് കാണാം. പാഞ്ചാലി, യജ്ഞമണിവേദിയുടെ കേന്ദ്രത്തിൽ നിന്ന് ജനനം, അഴകൊഴുകുന്ന കന്യക, ധൃഷ്ടദ്യുമ്നു ശേഷം പിറവിയെടുത്ത സൗന്ദര്യധാമം, കറുത്തു നീണ്ട മിഴിയഴകുള്ളവൾ, ശ്യാമാംഗിയായ കൃഷ്ണ, പൊൽത്താർമിഴി, ഇരുണ്ടു ചുരുണ്ട കേശഭാരമണിഞ്ഞവൾ, അനുഗ്രഹീത, ചുവന്ന നഖവുമായി ചന്തമാർന്ന ചില്ലിയഴകുള്ളവൾ, അനുപമമായ ശരീരകാന്തിയോലുന്നവൾ, നാരിമാരിൽ രത്നമായി വിരാജിക്കുന്നവൾ, ഒരു വെളിപ്പാട് ദൂരം വരെ താമരപ്പൂമണം പൊഴിക്കുന്നവൾ. നായികമാരിലൊരാളായ ദ്രൗപദിയെ വരച്ചുവെക്കാൻ ഇതിഹാസം വാക്കിൻ്റെ നക്ഷത്രങ്ങൾ ചേർത്തുവെക്കുകയാണ്. സൗഗന്ധികം. പാഞ്ചാലി എന്ന സ്ത്രീയിലെ പ്രണയിനിയുടെ മുഖം അനാവൃതമാക്കുന്നതാണ് വനപർവ്വത്തിലെ സൗഗന്ധികാഹരണ കഥ. വനവാസകാലത്ത് ഒരിക്കൽ പാണ്ഡവരും പാഞ്ചാലിയും ഗന്ധമാദനത്തിലൂടെ യാത്രയായി. ഹൃദയഹാരിയായ വനഭംഗികൾ ആസ്വദിച്ച് അവർ യാത്ര തുടർന്നു. ആമ്പലുകളും താമരകളും ചിരിക്കുന്ന നിർമ്മല ജലമുള്ള സരോവരങ്ങൾ, പൂമണം പൊഴിക്കുന്ന വനരാജികൾ. വന്യമായ ആ ഗന്ധത്തിൽ വ്യാമുഗ്ധയായി ദ്രൗപദി യാത്ര ചെയ്യവേ കാറ്റിൽ പെട്ടെന്നൊരു പൂവ് അവളെ തൊട്ട് പാറി വീണു. ഒരു നിമിഷത്തിൽ അവിടമാകെ ഹൃദ്യമായ സുഗന്ധം നിറഞ്ഞു. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് കാറ്റിൻ്റെ ചിറകിലേറിയെത്തിയ ആ പുഷ്പം ദ്രൗപദി കയ്യിലെടുത്തു നുകർന്നു. 1000 ഇതളുള്ള താമരപ്പൂവ്. അതീവ ഹൃദ്യമായ ആ മണം ദ്രൗപദി കൗതുകത്തോടെ വീണ്ടും വീണ്ടും നുകർന്നു. ഉണർവിൻ്റെ പ്രസന്നതയുടെ ഒരരുവി ദ്രൗപദിയിൽ ഒഴുകിയെത്തി. അവർ മുകുളിത നേത്രയായി. പാഞ്ചാലിക്ക് തൻ്റെ കൗതുകവും ഉത്സാഹവും മറച്ചുവെക്കാനായില്ല. ആരോ പറഞ്ഞു, സൗഗന്ധികം. ദ്രൗപദി എന്ന സ്ത്രീ ഒരു പെൺകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി. പാർഷദിയുടെ നോട്ടം ഭീമനിൽ ഇടറി വീണു. തരളഹൃദയായി യാജ്ഞസേനി ഭീമനോട് മൊഴിഞ്ഞു, ഭീമ, എന്തൊരു ചന്തം ഈ പൂവിന്! ഇതിൻ്റെ ഇതളുകൾക്ക് എന്തൊരു ഹൃദ്യമായ മണം! ഹൃദയത്തിലാകെ എനിക്ക് കുളിരോലുന്നു. ഞാൻ ഈ പൂവ് ഇപ്പോൾ ധർമ്മപുത്രന് കൊടുക്കാം. അങ്ങെനിക്ക് ഇതുപോലുള്ള കുറേയധികം പൂക്കൾ
കൊണ്ടുവന്നു തരുമോ? പാഞ്ചാലി ഭീമനെ പ്രണയപൂർവ്വം നോക്കി. തരളിതനായി ഭീമൻ നിന്നു. ഹൃദയം പ്രണയലോലമായി. ഭീമൻ പറഞ്ഞു, ഇതുപോലുള്ള എത്ര സൗഗന്ധികങ്ങൾ വേണമെങ്കിലും ഞാൻ നിനക്ക് കൊണ്ടുവന്നു തരും, നിനക്ക് മാത്രം. പാഞ്ചാലി ഭീമനെ നോക്കി. വായുപുത്രൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു. ആരോടും യാത്ര പോലും പറഞ്ഞില്ല. തോളിലേന്തിയ ഗദ ഭീമനിൽ ആത്മവിശ്വാസം നിറച്ചു. ഏതു തടസ്സവും മറികടക്കാൻ ഭീമൻ തയ്യാറായിരുന്നു. ഭീമൻ യാത്ര തുടർന്നു. ഇടയ്ക്ക് എപ്പോഴോ ഭീമൻ ഓർത്തു, വേഗം തിരിച്ചെത്തണം. വൈകിയാൽ ജ്യേഷ്ഠൻ പരിഭ്രമിക്കുമോ? യാത്ര പോലും പറയാതെയാണ് പെട്ടെന്ന് പുറപ്പെട്ടത്. ഭീമൻ യാത്ര തുടർന്നു. പെട്ടെന്ന് മനോഹരമായ കദളീവന നിരകൾ മുന്നിൽ വന്നുപെട്ടു. ഭീമൻ വേഗം നടന്നു. ചുറ്റും പൂത്തുലയുന്ന പ്രകൃതി, ഇടതൂർന്ന വനസ്ഥലികൾ, താമരപ്പൂക്കൾ നിറഞ്ഞ സരോവരങ്ങൾ ഭീമനെ നോക്കി മന്ദഹസിച്ചു. പക്ഷികൾ പാടിക്കൊണ്ടിരുന്നു. കുളിരുള്ള വനവായു ഭീമനെ അനുധാവനം ചെയ്തു. വായുപുത്രൻ ഏതോ കാൽപ്പനികതയിലേക്ക് വീണു. യാത്രക്കിടയിൽ ഭീമൻ സഹോദരനായ ഹനുമാനെ കണ്ടുമുട്ടി. ആദ്യം ഭീമന് ജ്യേഷ്ഠനെ തിരിച്ചറിയാനായില്ല. ഹനുമാനുമായുള്ള സമാഗമം ഭീമനിൽ ബലവും ശക്തിയും കൂട്ടി. വാത്സല്യത്തോടെ അനുജനെ പുണർന്നു നിന്നു ഹനുമാൻ. കുബേരൻ്റെ സൗഗന്ധികവനത്തിൽ നിന്ന് പൂക്കൾ പറിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആഞ്ജനേയൻ ഭീമന് പറഞ്ഞുകൊടുത്തു. കാവൽക്കാരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. തന്നെ സഹായിക്കാനാണ് ജ്യേഷ്ഠൻ വഴിമുടക്കി കിടന്നത് എന്ന് ഭീമൻ തിരിച്ചറിഞ്ഞു. ഭീമൻ വിനയത്തോടെ ജ്യേഷ്ഠനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. വൃകോദരൻ വീണ്ടും യാത്ര തുടർന്നു. അന്തമറ്റ മലരുകൾ ചുറ്റും വിടർന്നു നിന്ന് ചിരിച്ച് ഭീമനെ എതിരേറ്റു. വനത്തിൻ്റെ ഓരത്തിലൂടെ ഒഴുകുന്ന നദിയെ ഭീമൻ ഒരു നിമിഷം നോക്കി നിന്നു. വായുപുത്രൻ മുഗ്ധഹൃദയനായി യാത്ര തുടർന്നു. ആ വനയാത്ര ഭീമന് നവ്യവും ഹൃദയംഗമവുമായി തോന്നി. കുബേരൻ്റെ സൗഗന്ധിക പൂവനം മുന്നിൽ കാണപ്പെട്ടു. ഭീമൻ വിസ്മയത്തോടെ നിരനിരയായി പൂത്തുലഞ്ഞു നിൽക്കുന്ന കൽഹാരങ്ങളെ നോക്കി. കാവൽക്കാർ ഓടിയെത്തി ഭീമനോട് ചോദിച്ചു, ഭവാൻ ആരാണ്? ഇത് കുബേരൻ്റെ സൗഗന്ധിക പൂവനം. ഇവിടെ അന്യർക്ക് പ്രവേശനമില്ല, തിരിച്ചു പോകാം. ഭീമൻ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ കുലുങ്ങാതെ പറഞ്ഞു, ഞാൻ എൻ്റെ പത്നിക്കായി ഈ സൗഗന്ധിക പൂക്കൾ പറിക്കാൻ വന്നതാണ്. കുബേരനോടൊന്നും ഞാൻ ഇരക്കുകയില്ല. ഭീമൻ പൊയ്കയിലിറങ്ങി. ആയുധധാരികളായ കാവൽക്കാർ ഓടിയെത്തി വായുപുത്രനെ എതിർത്തു. ഭീമൻ അനായാസം അവരെയൊക്കെ പരാജയപ്പെടുത്തി ഓടിച്ചു. അവർ ഓടിച്ചെന്ന് കുബേരനോട് കാര്യം പറഞ്ഞു. കുബേരൻ അവരോട് പറഞ്ഞു, ഭീമൻ വന്ന കാര്യം എനിക്കറിയാം. അദ്ദേഹം ആവശ്യമുള്ളത്ര പൂക്കൾ ഇറുത്ത് പത്നിക്ക് കൊണ്ടുപോയി കൊള്ളട്ടെ. യുധിഷ്ഠിരനും മറ്റുള്ളവരും അപ്പോൾ ഘടോൽക്കജൻ്റെ സഹായത്തോടെ ഭീമനെ അന്വേഷിച്ച് അവിടെ കുതിച്ചെത്തി. അപ്പോഴേക്കും കുബേരനും വന്നെത്തി എല്ലാവരെയും സൗഹൃദത്തോടെ സ്വീകരിച്ചു. നറുമണം പൊഴിക്കുന്ന ഒരുപാട് സൗഗന്ധിക പൂക്കൾ ഭീമൻ ദ്രൗപദിക്ക് നേരെ നീട്ടി. ഭീമൻ നോക്കി. പൂക്കൾ കയ്യിലേന്തിയ ദ്രൗപദിയുടെ കണ്ണുകൾ വിടർന്നു. പാർഷദി ഭീമനെ സാകൂതം നോക്കി. ഭീമൻ ധന്യതയോടെ നിന്നു. അവരൊക്കെ കുറച്ചു ദിവസം കുബേരൻ്റെ ആതിഥ്യം സ്വീകരിച്ച് താമസിച്ചു. ദ്രോണൻ, ദ്രുപദൻ, ദ്രൗപദി. ദ്രോണനും ദ്രുപദനും കളിക്കൂട്ടുകാർ, അടുത്ത ചങ്ങാതിമാർ, സഹപാഠികൾ. പഠനകാലത്തെ നിഷ്കളങ്കമായ കലാലയ നാളുകളിലൊന്നിൽ ദ്രുപദൻ ദ്രോണനോട് പറഞ്ഞു, പഠിത്തം കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഉത്തരപാഞ്ചാലത്തിൻ്റെ രാജാവാക്കും. നീ വന്നാൽ നിനക്ക് ഞാൻ എൻ്റെ കോശം തുറന്നു തരും. ഇഷ്ടം പോലെ നിനക്ക് ചെലവാക്കാം. ദ്രോണൻ സന്തോഷിച്ചു. വർഷങ്ങൾ കൊഴിഞ്ഞു. ജനതയുടെ ഭൗതിക ജീവിതത്തിൽ സാരമായ മാറ്റമുണ്ടാക്കാതെ രാജാക്കന്മാർ ഭരിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. ദ്രുപദൻ രാജാവായി സിംഹാസനത്തിലിരുന്നു. എല്ലാ രാജാക്കന്മാരെയും പോലെ മറ്റൊരു രാജാവ്. അധികാര മതം, അഹന്ത. അധികാരത്തിൻ്റെ വെൺകൊറ്റക്കുടയ്ക്ക് കീഴെ ദ്രുപദൻ അമർന്നിരുന്നു. ദ്രോണൻ പരമദരിദ്രനായിരുന്നു. ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരുടെ മഹാഗുരു ആകുന്നതിനു മുൻപുള്ള കാലമാണ്. ജീവിച്ചു പോകാൻ ദ്രോണൻ വിഷമിച്ചിരുന്ന കാലം. പത്നിയെയും കൂട്ടി ഒരിക്കൽ ദ്രോണൻ പഴയ സഹപാഠിയെ കാണാനെത്തി. സിംഹാസനത്തിലിരിക്കുന്ന പഴയ കൂട്ടുകാരനെ കണ്ട ആദ്യ നിമിഷം തന്നെ ദ്രോണൻ ഞെട്ടി. അധികാരം മനുഷ്യനെ ഇത്രയേറെ മാറ്റിമറിക്കുമോ എന്ന് ദ്രോണൻ ഒരു നിമിഷം വിസ്മയം കൊണ്ടിരിക്കണം. ദ്രുപദരാജാവിൻ്റെ മുഖത്ത് പ്രകടമായ നീരസം. തൻ്റെ സഹായം തേടിയാണ് തൻ്റെ പഴയ ബ്രാഹ്മണ സുഹൃത്ത് പത്നി സമേതനായി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ദ്രുപദൻ തൻ്റെ അതൃപ്തി മറച്ചുവെക്കാതെ പറഞ്ഞു, ദ്രോണ,
സമന്മാർ തമ്മിലേ സൗഹൃദം സാധ്യമാകൂ. വേദജ്ഞാനിയും വേദമറിയാത്തവനും തമ്മിൽ സൗഹൃദമില്ല. അരഥി രഥിക്ക് സമനല്ല. രാജാവല്ലാത്തവൻ എങ്ങനെ രാജാവിൻ്റെ ചങ്ങാതിയാകും? താങ്കൾ ബ്രാഹ്മണൻ, എന്നാൽ രാജാവല്ല. ഞാൻ എങ്ങനെ താങ്കളുടെ സുഹൃത്താകും? താങ്കൾ ഇപ്പോൾ പഠിക്കുന്ന കാലത്തെ സ്നേഹബന്ധവും പറഞ്ഞ് വലിഞ്ഞു കയറി വന്നത് വല്ലാത്ത മൗഢ്യം തന്നെ. ദ്രോണൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു. അല്പത്വം ആൾരൂപം പൂണ്ട തൻ്റെ പഴയ സഹപാഠിയെ നോക്കി ദ്രോണൻ പറഞ്ഞു, ദ്രുപദ, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും. ദ്രുപദൻ രാജാവായി തുടർന്നു. യുദ്ധമതം പൂണ്ട് ആർത്തട്ടഹസിച്ച് ദ്രുപദൻ പ്രതാപിയായ രാജാവായി ഭരിച്ചു. കാലം കടന്നുപോയി. പിന്നീടൊരിക്കൽ ദ്രോണൻ തൻ്റെ പ്രഗത്ഭരായ ശിഷ്യരോട് കാര്യം പറഞ്ഞു. അവരൊക്കെ ദ്രുപദനോട് പരാജയപ്പെട്ട് പിന്മടങ്ങി. ദ്രോണൻ തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനൻ്റെ മുഖത്തു നോക്കി. അർജുനൻ തേരിലേറി. ഭീമൻ കൂടെ നിന്നു. യമന്മാർ രഥചക്രം കാത്തു. പാഞ്ചാലസേനയെയും പാഞ്ചാലനെയും തുമുലമായ യുദ്ധത്തിൽ പാർത്ഥൻ പരാജയപ്പെടുത്തി. പാഞ്ചാലനെ തടവുകാരനാക്കി പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അർജുനൻ ഗുരുവിന് കാഴ്ചവെച്ചു. ദ്രോണൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് ദ്രുപദ? ഞാൻ നിനക്ക് അർദ്ധരാജ്യം തിരിച്ചു തരുന്നു, എൻ്റെ സൗജന്യമായി. ബാക്കി പകുതി രാജ്യത്തിൻ്റെ രാജാവായി ഞാൻ വാഴും. അപ്പോൾ നമ്മൾ തുല്യരായല്ലോ. ദ്രുപദൻ തലകുനിച്ചു നിന്നു. അയാളും അപമാനിതനായി. ദ്രുപദനും പ്രതികാരത്തിന് കോപ്പുകൂട്ടി. അതിൻ്റെ ഫലമാണ് യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ച ദ്രോണഹന്താവായ ധൃഷ്ടദ്യുമ്നൻ. ധീരൻ, കരുത്തൻ, പതറാത്തവൻ, ദ്രോണനെ വധിക്കാൻ പിറവിയെടുത്തവൻ. ഇളയ സഹോദരിയായ പാഞ്ചാലിയും ജന്മമെടുത്തു. ഇത്തരം വിചിത്രമായൊരു കഥയുടെ അർത്ഥാന്തരങ്ങളിലേക്ക് പിന്നെ വരാം. യാഥാർത്ഥ്യബദ്ധമായ ആഖ്യാനം വെടിഞ്ഞ് ഇതിഹാസം പലപ്പോഴും വിസ്മയം കലർത്തിയ ആഖ്യാന രീതിയിലേക്ക് വഴിമാറാറുണ്ട്. ദ്രോണനെ പോലെ അത്രയേറെ കരുത്തനായൊരു യുദ്ധതന്ത്ര വിശാരദനെ കീഴടക്കാൻ മറ്റൊരു അസാധാരണമായ കഥാപാത്രത്തെ ഇതിഹാസം ഭാവനാത്മകമായി മെനഞ്ഞെടുത്തതാകാം. ഒരു അസാധാരണനെ വധിക്കാൻ മറ്റൊരു ധൃഷ്ടനും ശൗര്യം ജലിക്കുന്നവനുമായ അസാധാരണ യോദ്ധാവിനെ സൃഷ്ടിച്ചെടുക്കുക എന്ന സർഗകലയാണത്. ഇതിഹാസമാകെ അനിതര സാധാരണമായ കരുത്തോടെ അരങ്ങ് തകർത്ത പാഞ്ചാലി എന്ന കഥാപാത്രത്തിന് അനോപമമായൊരു ദിവ്യകഥയുടെ മൂശ ഒരുക്കിയിരിക്കുകയാണ് ഇതിഹാസകാരൻ. ഹസ്തിനപുരിയിലെ ദ്യൂതസഭ. ദുരന്തങ്ങൾ നരകം തീർക്കുന്നവയാണ് ഒട്ടുമിക്ക സ്ത്രീ ജീവിതങ്ങളും. എന്നാൽ ഹസ്തിനപുരിയിലെ ദ്യൂതസഭയിൽ അരങ്ങേറിയ നൃശംസതയ്ക്ക് സമാനമായ ഒന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാഠിന്യം ആലോചനീയമത്രേ. ദ്യൂതസഭ എന്ന വാക്കിനെ ശ്രദ്ധിച്ചു നിരീക്ഷിച്ചാൽ അത് ഭയാനകമായ ധ്വനനാർത്ഥങ്ങൾ ആവഹിക്കുന്ന ഒരു രൂപകമായി പരിണമിക്കുന്നത് കാണാം. ഭരണസിരാകേന്ദ്രത്തിൽ ചൂതുകളിക്ക് ഒരു സഭ. ജനതയുടെ ഭാഗധേയങ്ങൾ നിർണയിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കപ്പെടേണ്ട ഇടത്തിൽ ഖജനാവിലെ നികുതി പിരിച്ചുണ്ടാക്കിയ പണം വച്ച് ചൂതുകളിച്ച് ഉന്മത്തരാകാൻ ഒരു ചൂതാട്ട മന്ദിരം. അത്തരമൊരേർപ്പാട് ചോദ്യം ചെയ്യപ്പെടാതെ സ്വാഭാവികമെന്നോണം ചർച്ച ചെയ്യപ്പെടുക. ഇപ്രകാരം വായിച്ചെടുത്താൽ അവിടെ പിന്നീട് പാഞ്ചാലിക്ക് നേരിട്ടതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമില്ല. ദ്യൂതസഭയിൽ പാഞ്ചാലി നേരിട്ട പുരുഷാധികാരത്തിൻ്റെ അക്രമ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. സ്ത്രീകൾ സന്നിഹിതരാകാത്ത സഭയിൽ പുരുഷന്മാരുടെ മുമ്പിൽ വച്ച് പാഞ്ചാലി എന്ന പാണ്ഡവപത്നി വലിച്ചിഴക്കപ്പെട്ടപ്പോൾ മഹാരഥന്മാരായ 5 ഭർത്താക്കന്മാർ പ്രതിമകൾ കണക്ക് കയ്യും കെട്ടി നോക്കി നിന്നു. ഒരാൾ ധർമ്മത്തിൻ്റെ ഉടൽ പൂണ്ട രൂപം, മറ്റു 2 പേർ സ്വന്തം നിലയ്ക്ക് ലോകം കീഴടക്കാൻ കെൽപ്പുള്ളവർ. പൂർണ്ണമായും അവിടെ നടന്നത് ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ച പ്രത്യക്ഷമായ കള്ളച്ചൂതുകളിയാണ് എന്ന് വ്യക്തമായിട്ടും പഞ്ചപാണ്ഡവർക്ക് മാത്രം അത് മനസ്സിലായില്ല. ഇല്ലാത്ത ധാർമ്മികതയുടെ പേരിൽ സ്വന്തം പത്നി കൺമുന്നിൽ വച്ച് ആക്രമിക്കപ്പെടുക, സഭാവാസികൾ അത് കണ്ടു നിൽക്കുക. അവരിൽ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നായക പ്രതിനായകന്മാരുമുണ്ട്. അവിടെ നടക്കുന്നതാണ് ശരി എന്ന് ഓരിയിടുന്ന ശകുനി ദുര്യോധന പ്രഭൃതികളുടെ വാദം ശരിയാണെന്ന് സമ്മതിക്കുക. ക്ഷത്രിയ വീരന്മാർ കൺമുന്നിൽ നടക്കുന്ന അപമാനം ഫലത്തിൽ ശരിയാണെന്ന് സമ്മതിക്കുക. വീണ്ടും വീണ്ടും സ്വന്തം സഹധർമ്മിണി അപമാനിക്കപ്പെടുന്നത് രാഷ്ട്രത്തിൻ്റെ നായകരായിരുന്നവർ കണ്ടു നിൽക്കുക. അന്ധനും ക്രൂരനുമായ മറ്റൊരു വൃദ്ധരാജാവ് സഭയിൽ നടക്കുന്നത് മുഴുവൻ ഉള്ളിൽ കണ്ട് സന്തോഷിക്കുക. ഭീമൻ്റേതു മാത്രമായിരുന്നു നാമമാത്രമായ പ്രതിഷേധം. ഏറെ ചെറിയ ആ പ്രതിഷേധം പോലും തടയാൻ ശ്രമിച്ചതോ സ്വർഗത്തിൻ്റെ ദിവ്യായുധങ്ങൾ കയ്യിലേന്തിയ ലോകൈക വില്ലാളി വീരനായ സാക്ഷാൽ ബീഭത്സു.
ഇതിഹാസത്തിലെ രക്തം കിനിയുന്ന വിരോധാഭാസങ്ങളിൽ ഒന്നാണത്. പിന്നീട് യുദ്ധരംഗത്ത് കാലനായി മാറിയവനും യുദ്ധശേഷം ശരശയ്യയിൽ കിടന്ന ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് വിസ്തരിച്ച് സംസാരിച്ചവനുമായ പരശുരാമ ശിഷ്യൻ ഭീഷ്മൻ തൻ്റെ വിചിത്രവാദഗതികളുമായി സഭയിൽ ഇരുന്നിരുന്നു. ധർമ്മദേവൻ്റെ പുത്രനോ ലോകത്തിൽ ഒരാൾക്കും സാധിക്കാത്തതുപോലെ ലജ്ജയില്ലായ്മയുടെ ഗർത്തത്തിൽ വീണുകിടന്നു. സംഭവപർവത്തിലെ ആ സംഭവത്തിൻ്റെ മാറ്റൊലി തുടർന്നുള്ള ഇതിഹാസ കഥയിൽ അനുരണനം ചെയ്തു. അസാമാന്യമായ ധീരതയോടെ പോരാടി പ്രസ്തുത സംഭവത്തെ അഭിമുഖീകരിച്ച കരുത്താർന്ന വനിതയുടെ പ്രതീകമായിട്ടാണ് സഭാപർവ സന്ദർഭത്തിലെ ദ്രൗപദി കൊണ്ടാടപ്പെടുക. ഓരോ നിമിഷവും അവർ പൊരുതി നിന്നു. അവരുടെ വാദമുഖങ്ങൾ ധിഷണയുടെ തിളക്കമാർന്നവയായിരുന്നു. ചോദ്യങ്ങൾ കൊണ്ട് അവർ സഭയുടെ ചിരപുരാതനമായ ജാഡ്യത്തെ നേരിട്ടു. ദ്രൗപദിയുടെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ സഭാവാസികളായ പുരുഷന്മാർ തല താഴ്ത്തിയിരുന്നു. വിതുരനും വികർണനും മാത്രം വാദമുഖങ്ങൾ നിരത്തി ദ്രൗപദിയുടെ പക്ഷം പിടിച്ചു. അവസാന നിമിഷം വരെ ദ്രൗപദി വീണുപോകാതെ പിടിച്ചു നിന്നു. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവയൊക്കെ ഹസ്തിനപുരിയുടെ ബധിരകർണങ്ങളിൽ വീണുകൊണ്ടിരുന്നു. രാജകൊട്ടാരങ്ങൾ എന്നും അങ്ങനെയായിരുന്നു. പെൺമയുടെ കണ്ണീരിൻ്റെ നേർക്ക് അവ മനസ്സാക്ഷിയുടെ ജാലകങ്ങൾ കൊട്ടിയടച്ചു. ദുര്യോധനൻ പിതൃസഹോദരനായ വിതുരനെയാണ് പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവരാൻ ഏൽപ്പിക്കുന്നത്. വിതുരനെ ദുര്യോധനൻ എങ്ങനെ കാണുന്നു എന്നതിനുദാഹരണമാണത്. വിതുരൻ അത് നിരസിക്കുന്നു. ധൃതരാഷ്ട്രൻ കള്ളച്ചൂത് കളിക്ക് പാണ്ഡവരെ ക്ഷണിക്കാൻ വിതുരനെയാണ് പറഞ്ഞുവിടുന്നത്. വിതുരന് അത് പക്ഷേ നിരാകരിക്കാമായിരുന്നു. അതിനുള്ള ആത്മധീരത വിതുരനും കാണിച്ചില്ല. സഭാപർവങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിൽ പുതിയ കാലത്ത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദ്യൂതസഭ, കള്ളച്ചൂത്, ദുശാസനൻ, ദ്രൗപദി തുടങ്ങിയ വാക്കുകൾ സ്പന്ദിക്കുന്ന ആശയധാരകളായി തുടർന്നുകൊണ്ടിരിക്കും. അദൃശ്യമായ ദ്യൂതസഭകൾ ഉയരും. അവിടെ പെൺമ പണയവസ്തുവായി വിപണനം ചെയ്യപ്പെടും. ധിഷണാശാലികളായ പുരുഷകേസരികൾ നിശബ്ദത പാലിക്കും. നീതിപീഠങ്ങൾ കണ്ണു കാണാതെ പ്രവർത്തനക്ഷമമല്ലാത്ത തുലാസുകളാൽ സ്ത്രീയുടെ അഭിമാനം തൂക്കി നോക്കും. അപ്പോൾ നിശബ്ദരായിരുന്നവരൊക്കെ പിൽക്കാലത്ത് സ്ത്രീകളോട് കാണിക്കേണ്ട നൈതികതയെക്കുറിച്ച് ഉണർത്തുപാട്ടുകൾ പാടി സ്വയം സായുജ്യമടയും. പിന്നെയും മഹായുദ്ധങ്ങൾ വരും. യുദ്ധനായകർ ആയിരങ്ങളെ കൊന്നൊടുക്കും. ഗിരിപ്രഭാഷണങ്ങൾ ഉച്ചരിക്കപ്പെടും. പ്രജകൾ കൈയടിക്കുന്നത് കേട്ട് ചിന്താശീലർ വിഷമിച്ചുകൊണ്ടിരിക്കും. ഭരണാധികാരികൾ ജനാധിപത്യത്തിനുമേൽ അമിതാധികാരത്തിൻ്റെ വെൺകൊറ്റക്കുട ഉയർത്തും. ദ്രൗപദി എന്ന അമ്മ അശുഭകരമായതുകൊണ്ടാകും ദ്രൗപദി എന്ന അമ്മയെക്കുറിച്ച് ഇതിഹാസം ഏറെയൊന്നും ചർച്ച ചെയ്യുന്നില്ല. ശിബിരത്തിൽ വച്ച് തൻ്റെ 5 മക്കളെയും കൊന്നൊടുക്കിയത് അശ്വത്ഥാമാവാണ് എന്നറിഞ്ഞപ്പോൾ ആദർശനായികയെപ്പോലെ അതൊക്കെ വിധിവിഹിതമാണെന്ന് ദ്രൗപദി പറയുന്നില്ല. അശ്വത്ഥാമാവിൻ്റെ രക്തത്തിനായി അവർ മുറവിളി കൂട്ടുകയും പെട്ടെന്ന് തന്നെ ഭീമനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. രക്തം പുരണ്ട ദ്രൗണിയുടെ ചൂടാമണി കയ്യിൽ കിട്ടിയിട്ടേ ദ്രൗപദിയുടെ കലി അടങ്ങിയുള്ളൂ. എന്നാൽ തൻ്റെ മക്കളുടെ കൂട്ടക്കൊലയ്ക്ക് കാവൽ നിന്ന കൃപൻ യുദ്ധാനന്തരം ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രൻ്റെ കൂടെ സസുഖം വാണു. അതിൽ പക്ഷേ ഹസ്തിനപുരിയിലെ മഹാറാണിക്ക് അനൗചിത്യമൊന്നും തോന്നിയതായി ഇതിഹാസം രേഖപ്പെടുത്തുന്നില്ല. വിരാടത്തിലെ ദ്രൗപദി സഭാപർവത്തിലെ ദ്യൂതസഭയിൽ പാഞ്ചാലിക്ക് സംഭവിച്ചത് മറ്റൊരു പ്രകാരത്തിൽ അവർക്ക് അജ്ഞാതവാസക്കാലത്ത് വിരാടത്തിൽ വച്ചും അനുഭവിക്കേണ്ടി വന്നു. അക്കാര്യം വിശദമായി ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്ഞിയായ സുദേഷ്ണയുടെ സൈരന്ധ്രിയായി പാഞ്ചാലിക്ക് അഭിനയിക്കേണ്ടി വന്നു. രാജ്ഞിയും രാജാവും ദ്രൗപദി എന്ന നിസ്സഹായയ്ക്ക് എതിരായി നിന്നു. കീചകൻ തൻ്റെ മുന്നിലിട്ട് പാഞ്ചാലിയെ ചവിട്ടിയപ്പോഴും വിരാടൻ തൻ്റെ കുറ്റവാളിയായ സ്യാലൻ്റെ കൂടെ നിന്നു. അധികാരം കൈയാളുന്ന രാജാവും രാജ്ഞിയും സൈരന്ധ്രി സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവൾക്കെതിരെ നിന്നു. തൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടി വന്ന ഒരു സ്ത്രീയെ വിരാടൻ നിസ്സങ്കോചം ഉപകീചകന്മാരെന്ന കഴുകന്മാർക്ക് എറിഞ്ഞുകൊടുത്തു. അന്നും 5 ഭർത്താക്കന്മാർ പാഞ്ചാലിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ദ്യൂതസഭയിൽ ധർമ്മപുത്രനും വിരാടത്തിൽ അർജുനനും ഒരുപോലെ പൗരുഷമില്ലാത്തവരായി ഒതുങ്ങി. രണ്ടിൻ്റെയും ഫലമനുഭവിക്കേണ്ടി വന്നത് പാഞ്ചാലി എന്ന സ്ത്രീക്ക്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഒരു സ്ത്രീയായിട്ടും വിരാടത്തിലെ രാജ്ഞി
സങ്കല്പിക്കാനാവാത്തതിലും അധികം നിർലജ്ജമായി കീചകൻ്റെ കൂടെ നിൽക്കുകയും തൻ്റെ സൈരന്ധ്രിയായി അഭയം തേടിയെത്തിയ സ്ത്രീയെ കൗശലത്തോടെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. അവരുടെ ഭർത്താവായ വിരാടനാകട്ടെ എല്ലാ സ്വഭാവദൂഷ്യങ്ങളുടെയും വിളനിലമായി വിരാജിച്ചു. പാചകക്കാരൻ്റെ വേഷമെടുത്ത ഭീമനെക്കൊണ്ട് മല്ലയുദ്ധം നടത്തി എതിരാളി കൊല്ലപ്പെടുന്നത് നോക്കിയിരുന്ന് രസിക്കുന്ന ഉത്തമ ഭരണാധികാരിയായിരുന്നു വിരാടൻ. അപ്രകാരം പാഞ്ചാലിയോട് ഒരു സ്ത്രീ എന്ന നിലയിൽ അപമര്യാദയോടെ പെരുമാറുകയും ഒരു കാരണവുമില്ലാതെ ശത്രുത കാണിക്കുകയും ചെയ്ത അതേ സ്വഭാവദൂഷ്യമുള്ള വിരാടൻ പിന്നീട് പാണ്ഡവരുമായി ബന്ധുത്വം സ്ഥാപിക്കുകയും യുദ്ധത്തിൽ പങ്കെടുത്ത് ദ്രോണനാൽ വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജയദ്രഥനിൽ നിന്ന് മഹാബുദ്ധിമാന്മാരായ പഞ്ചപാണ്ഡവന്മാർ കാട്ടിൽ പാഞ്ചാലിയെ തനിച്ചാക്കി വേട്ടക്കിറങ്ങി. ഭക്ഷണത്തിനായാണ് വേട്ടക്കിറങ്ങിയതെങ്കിലും അതിലെ ബുദ്ധിശൂന്യത മറച്ചുവെക്കാനാകില്ല. അവർ എല്ലാവരും കൂടി ഉല്ലാസയാത്ര പോലെ വേട്ടയ്ക്ക് പുറപ്പെട്ടു. എല്ലാവരും കൂടി പോകേണ്ട ആവശ്യമില്ലെന്ന് ആരും ചിന്തിച്ചില്ല. മഹാസാത്വികനായ ധൗമ്യമുനിയെ കാവൽ നിർത്തിയാണ് പാണ്ഡവർ വേട്ടക്കിറങ്ങിയത്. അഹന്തയും അന്തസ്സില്ലായ്മയും അധികാരമതവും കയ്യൂക്കിൻ്റെ സംസ്കാരത്തിൽ മാത്രം അഭിരമിക്കുകയും ചെയ്യുന്ന ജയദ്രഥനെ പോലൊരു സാഹസിയെ തടുത്തു നിർത്താൻ ധൗമ്യൻ്റെ തപശക്തിക്കൊന്നും കഴിഞ്ഞില്ല. മറ്റൊരാൾ ബലം പ്രയോഗിച്ച് തേരിലേറ്റിക്കൊണ്ടു പോവുക എന്ന അപമാനത്തിന് പാണ്ഡവപത്നിക്ക് വിധേയയാകേണ്ടി വന്നു. മഹാതപസ്വിയായ ധൗമ്യൻ പിന്നാലെ നടന്നു. ഭർത്താക്കന്മാർക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ശക്തരായ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നിട്ടും പാഞ്ചാലിക്ക് തുടർച്ചയായി അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ജയദ്രഥൻ ചെയ്ത സാഹസം ഇതിനു മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പിൻവാക്ക് ഇതിഹാസത്തിൻ്റെ താളുകൾക്കിടയിൽ മറഞ്ഞുപോയ കഥയാണ് ഭീമൻ്റെ സൗഗന്ധികാഹരണം. ബാല്യകൗമാരങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരുന്ന സ്ത്രീയാണ് ദ്രൗപദി. അമ്മയില്ലാത്ത കുട്ടി, അയോനിജ. അയോനിജകൾക്ക് പവിത്രത കൂടുമെന്നായിരുന്നു പഴയകാലത്തെ വിചിത്രമായൊരു സങ്കല്പം. പാഞ്ചാലൻ്റെ പത്നിയായ പ്രഷതിയായിരുന്നു പാഞ്ചാലിയുടെ അമ്മ. അപ്രകാരം പാഞ്ചാലി പാർഷതി എന്നും അറിയപ്പെട്ടു. യുവതിയായി പിറന്ന പാഞ്ചാലിയുടെ കൗമാരസഹജമായ കാമനകളും കൗതുകങ്ങളുമാണ് സൗഗന്ധികത്തിൻ്റെ കഥയിലൂടെ അനാവൃതമാകുന്നത്. ജീവിതത്തിൽ വന്നുപെടുന്ന ചില ശൂന്യതകളെ നിറയ്ക്കാൻ ഇത്തരം കൗതുകങ്ങളും സങ്കല്പങ്ങളും പ്രയോജനം ചെയ്യും. ദ്രൗപദി എന്ന സ്ത്രീയിൽ ഉറങ്ങിക്കിടന്ന മോഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും സ്ഫുരണങ്ങൾ സൗഗന്ധിക കഥയിൽ കണ്ടെത്താവുന്നതാണ്. അവരുടെ ജീവിതത്തിലെ ചില ശൂന്യസ്ഥലികളെ അവ പല്ലവിതമാക്കുന്നു. അമ്മയുടെ വാത്സല്യമോ അച്ഛൻ്റെ രക്ഷാകർതൃത്വമോ ദ്രൗപദിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. യുദ്ധക്കൊതിയനായിരുന്ന പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ പ്രതികാരദാഹവും യുദ്ധം വെട്ടലുമായിരുന്നു. ദ്രോണനായിരുന്നു എന്നും ദ്രുപദൻ്റെ മുഖ്യ ശത്രു. മറ്റൊന്നും ദ്രുപദന് അത്രത്തോളം പ്രധാനമായിരുന്നില്ല. അവസാനം അതേ ശത്രുവിനാൽ യുദ്ധഭൂമിയിൽ വച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അതേ ദ്രോണൻ്റെ വത്സല ശിഷ്യനും തന്നെ ഒരിക്കൽ തടവുകാരനാക്കിയവനുമായ അർജുനൻ ദ്രുപദൻ്റെ ഒരേയൊരു മകളുടെ നാഥനായി തീർന്നത് ഇതിഹാസത്തിലെ മറ്റൊരു കാവ്യനീതി. ദ്രോണനെ വധിക്കാനുള്ള യുദ്ധവീരനെ പിറവിയെടുപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കൂടെ ഒരു മകളെ കൂടി കിട്ടി എന്നു മാത്രം. ഗാന്ധാരി, കുന്തി എന്നീ സ്ത്രീ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്ന ഇതിഹാസ സാന്നിധ്യമാണ് ദ്രൗപദി. യാദൃച്ഛികമായി കിട്ടിയ നരകജന്മമാണ് അവരുടേത്. കുന്തിയുടെ കാര്യത്തിൽ കണ്ട പോലെ ഇന്ദ്രപ്രസ്ഥത്തിൽ കുറേ കാലം രാജ്ഞിയായിരുന്ന ഇടവേള മാത്രമായിരുന്നു പാഞ്ചാലിയുടെ ജീവിതത്തിലെ ധന്യമായ കാലം. യുദ്ധവീരന്മാരുടെ വീരപത്നിയും അവരുടെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന വീരപ്രസവവുമായിരിക്കുക എന്നതാണ് ക്ഷത്രിയ സ്ത്രീയുടെ വിധി. ആൺമക്കൾ യുദ്ധഭൂമിയിൽ വെന്തെരിയും. അപ്പോൾ പിന്നെ അവർ മക്കളില്ലാത്ത അമ്മയായി ഒടുങ്ങുന്നു. ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടാൽ ഒന്നുകിൽ സതി അല്ലെങ്കിൽ വിധവ. മാതിരി സതിയായി, കുന്തി വിധവയും. ദ്രൗപദി ഒരു സന്താനം പോലും അവശേഷിക്കാത്ത അമ്മയായി ജീവിച്ചു. പെൺമക്കളുണ്ടായാൽ ദുഷളയെപ്പോലെ അവർ വിധവകളായി ജീവിക്കും. ദ്രൗപദി പലപ്പോഴും പ്രതികാരമൂർത്തിയായി ഇതിഹാസകഥയിൽ നിറം മാറുന്നത് കാണാം. ചിലപ്പോൾ കാരുണ്യത്തിൻ്റെ ഉറവിടമാകും. അപമാനിതനായ ജയദ്രഥന് പാഞ്ചാലി മാപ്പ് നൽകുന്നുണ്ട്. ഭർത്താക്കന്മാരോടൊക്കെ അവർ ക്ഷമിക്കുന്നുമുണ്ട്. നിർലജ്ജം തന്നെ പണയം വച്ച ധർമ്മപുത്രനോട് പോലും. ഇതിഹാസകഥയിൽ നിന്ന് വെളിവാകുന്ന മറ്റൊരു സ്വഭാവ വിശേഷത കൂടിയുണ്ട് ദ്രൗപദിക്ക്. ഭീമനോടുള്ള ആഴത്തിലുള്ള അടുപ്പമാണത്. കഠിനയായ ആപത്തിലും നിസ്സഹായതയിലും പാഞ്ചാലി ഉറ്റുനോക്കുന്നത് ഭീമനെയാണ്. ഇതിഹാസത്തിൽ അതിന് നിരവധി സൂചനകളുണ്ട്. അർജുനനോടുള്ള പാഞ്ചാലിയുടെ സവിശേഷമായ പ്രതിപത്തിക്ക്
സൂചനകൾ വിരളം. ദ്യൂതസഭയിൽ പാണ്ഡവരിൽ പാഞ്ചാലിക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരാൾ ഭീമനായിരുന്നു. അർജുനൻ ഭീമനെ തടയുകയാണ് ചെയ്തത്. മാത്രമല്ല, ഭീമൻ ചെയ്ത ശപഥങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ദ്രൗപദിക്ക് നേരിട്ട അപമാനം മൂലമായിരുന്നു. സൗഗന്ധികം കൊണ്ടുവരാനും പാഞ്ചാലി ആവശ്യപ്പെട്ടത് ഭീമനോടായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ ചൂടാമണി വേണമെന്ന് പാഞ്ചാലി പറഞ്ഞതും ഭീമനോടായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ ചൂടാമണി വേണമെന്ന് പാഞ്ചാലി പറഞ്ഞതും ഭീമനോടായിരുന്നു. ദുശാസനൻ, ദുര്യോധനൻ എന്നിവരുടെ വധവും പാഞ്ചാലി നേരിട്ട അപമാനത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിഹാസത്തിലെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാവുന്ന മറ്റൊരു സൗഹൃദ ചിത്രമുണ്ട്. അത് പാഞ്ചാലിയും കൃഷ്ണനും തമ്മിലുള്ള സവിശേഷമായ മൈത്രിയാണ്. ദ്യൂതസഭയിൽ ഭർത്താക്കന്മാർ മൂകസാക്ഷികളായിരുന്നപ്പോൾ പാഞ്ചാലി കൃഷ്ണൻ്റെ സഹായമാണ് ഉള്ളിൽ ആഗ്രഹിച്ചത്. നിർണായക മുഹൂർത്തങ്ങളിലൊക്കെ കൃഷ്ണൻ ചിരിപരത്തി എത്തി. സുഹൃത്ത്, വഴികാട്ടി. ദൂതുപോകുമ്പോൾ കൃഷ്ണൻ പാഞ്ചാലിയുടെ വാക്കുകൾ ക്ഷമാപൂർവം കേട്ടു, പരിഗണിച്ചു. ദ്രൗപദി അർഹിക്കാത്ത ദുരന്തങ്ങളാണ് അവരനുഭവിച്ചു തീർത്തതെന്ന് കൃഷ്ണൻ അറിയാം. ഏതു പ്രതിസന്ധിയിലും ഇടറാതെ നിന്ന സമചിത്തതയുടെ ആ സാന്നിധ്യത്തിൻ്റെ പ്രഭാവ വലയം ദ്രൗപദിയുടെ ഉള്ളിലും തിരയടിച്ചിരുന്നു.